ഞാൻ കഞ്ഞിക്കുഴി വന്ന് കഞ്ഞിക്കുഴി പാലത്തിന്റെ അവിടുന്ന് എന്റെ സുഹൃത്തെ ഞാൻ വരി കൃത്യമായിട്ട് കൊണ്ട് സംഭവം തരും കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ്. എക്സ്ക്യൂസ് മീ, ഈ ചാക്കപ്പന്റെ വീടാണോ? ആ ഓക്കെ. ഒരു ഡെലിവറി ഉണ്ടേ. അപ്പച്ചനാ? ആ ഒന്ന് പിടിച്ചേ. ആ ഇതാണ് പ്രോഡക്റ്റ്. ഓക്കെ, ആ ബില്ലൊന്ന് പേ ചെയ്തേക്കണേ. 500 രൂപ കേട്ടോ. ഉണ്ടാക്കിയത് പോയി. ഓക്കെ, അപ്പൊ ശരി, ഞാൻ ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങി. അയ്യോ എന്റെ അപ്പച്ചൻ എനിക്ക് മേടിച്ചതായിരിക്കും. എന്റെ ഭർത്താവ് വരുത്തിയ സാരമില്ലയോ, ഇത് ഞാൻ തുറക്കും. നമുക്ക് തുറക്കാൻ നല്ല കളറാ. അയ്യോ എനിക്കൊന്നും തോന്നുന്നട്ടാ. ഇപ്പഴല്ലേ കുട്ടൻസ് മനസ്സിലായത്? എന്തുവാടാ ചൂണ്ടവാട്ട് രാവിലെ പോകുന്നുണ്ടല്ലോ ഇവിടുന്ന് ഒരുത്തൻ. അതിന്റെ തെളിവാണ്. ഇത് പോരാഞ്ഞിട്ട് വേറെ സാധനം ഉണ്ട് ഇവിടെ. ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലടി. എടി നിന്റെ അപ്പന് വേറെ വക പിള്ളേരുണ്ട്. ആ പുള്ളിക്ക് മേടിച്ച ഉടുപ്പാത്. എനിക്ക് തോന്നി ഇവളുടെ അപ്പനല്ലേ, അതേ കാണിക്കൂ. എന്റെ അപ്പച്ചനെ പറയാറാ. അപ്പച്ചനെ പറഞ്ഞല്ല, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഈ പുള്ളിക്കാരൻ വല്ലവന്റെ മൊബൈലിൽ കയറി ഇത് ചെയ്തേച്ച് ഈ സാധനം മേടിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇതിന്റെ പിറകിൽ അപ്പച്ചൻ എന്തോ ഒരു കുട്ടൻസ് ഉണ്ട്. അത് മാത്രമല്ല, അമ്മച്ചിക്ക് ഒരു കാര്യം പറയാം. 10 പേര് അറിയരുത് നമ്മുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, അങ്ങനൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ എന്തോ പറയുന്നേ? ഞാൻ പറഞ്ഞു തരാം അമ്മച്ചി. ഈ പുള്ളി പണിക്ക് പോകുന്നുണ്ടോ വീട്ടിൽ? എവിടെ പണിക്ക് പോകുന്നു? ചൂണ്ടിടാൻ പോകുന്നു. അതാണോ ഈ പുള്ളിയുടെ ഏറ്റവും വലിയ പണി? ഈ പുള്ളി പണിക്ക് പോകുന്നില്ല, പുള്ളിയുടെ മീൻ മേടിക്കാൻ പൈസയുണ്ട്. ഇത് എവിടുന്ന് കൊടുക്കുന്നു? ആര് കൊടുക്കുന്നു? പുള്ളി രാവിലെ ഏത് നേരം നോക്കാതെ മുടി ചീകിച്ച മുടി ഡൈ ചെയ്യുന്നു. ആരെ കാണിക്കാൻ? ആ പുള്ളി എങ്ങനെ ഇരിക്കുന്നു, അമ്മച്ചി അങ്ങനെ ഇരിക്കുന്നു. അമ്മച്ചി ഇതൊക്കെ അന്വേഷിക്കണുണ്ടോ? എവിടെയാണ് ഈ രാവിലെ ചൂണ്ട പൊക്കി പിടിച്ചോണ്ട് പോണെന്ന് അന്വേഷിക്കണുണ്ടോ? നാട്ടുകാര് കേട്ട ആർക്കിത് പേര് ദോഷം ഇറക്കാൻ പറ്റുമോ? നമുക്ക് പുള്ളിക്ക് അങ്ങനെ പറ്റി പോയത് പോട്ടെ. പക്ഷെ നമ്മുടെ വീട് എരിയുന്നത് പുറം അറിയരുത്. മനുഷ്യൻ നമ്മളെ നാളെ കളിയാക്കരുത്. അതാ ഞാൻ പറഞ്ഞു. ഇവിടുത്തെ പുള്ളിയില്ലേ എന്റെ അമ്മായച്ചൻ, പുള്ളിക്ക് വേറെ ജാരസന്ധതി ഉണ്ടെന്ന്.